എങ്ങനെയാണ് ഈ ആനയുടെ സഞ്ചാരം? എത്ര ദൂരമാണ് ആന സഞ്ചരിക്കുന്നത്? ഇപ്പോൾ എത്തിയിരിക്കുന്ന മേഖല അത് ഈ ദൗത്യം നടത്താൻ അനുയോജ്യമാണോ? അങ്ങനെയെങ്കിൽ ഇതിനെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരും? അപ്പോൾ ഇത് സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇവയ്ക്കുള്ള ഉത്തരവുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ജിജിൻ ജയപാലാണ് ചേരുന്നത്. ജിജിനിലേക്ക്. ഏത് നിമിഷം വേണമെങ്കിലും ഓപ്പറേഷൻ നടത്താമെന്ന് ചോദിച്ചാൽ നടത്താൻ കഴിയുന്നൊരു സാഹചര്യം വേണമെങ്കിൽ ഉണ്ട്. കാരണം നേരത്തെ കമൽ സൂചിപ്പിച്ചതുപോലെ ഇരുമ്പുപാലം മേഖലയിലാണ് ഇപ്പോൾ ആനയുള്ളത്. ഇരുമ്പുപാലം എന്ന് പറയുന്നത് ഈ മേഖലയാണ് ഇരുമ്പുപാലം എന്ന് പറയുന്ന വനപ്രദേശം. പക്ഷേ ഇരുമ്പുപാലം എന്ന് പറഞ്ഞ വനപ്രദേശത്തേക്ക് റോഡ് ആക്സസ് ഉണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. കാട്ടിക്കുളം തോൽപ്പെട്ടി റോഡ് ഒരു മെയിൻ പാതയുണ്ട്. അതിന് പിന്നാലെ തന്നെ ഈ വനത്തിനുള്ളിലേക്ക് കടന്നു പോകാൻ പറ്റിയ റോഡുകളെല്ലാം തന്നെ നമുക്ക് ഈ മാപ്പിൽ നിന്ന് ഓരോ സ്ഥലത്തും കാണാൻ കഴിയും. ഇവിടെ എല്ലാം റോഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇന്നലെ കണ്ടെത്തിയ മണ്ണുണ്ടി മേഖല എന്ന് പറയുന്നത് ഇവിടെയാണ്. മണ്ണുണ്ടി മേഖല എന്ന് പറയുന്നത് മണ്ണുണ്ടിയിലാണ് ഇന്നലെ ആനയെ കണ്ടത്. അവിടെ നിന്ന് ആന ഏകദേശം 2 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഈ ഇരുമ്പുപാലത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇരുമ്പുപാലത്ത് എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് കൃത്യമല്ലെങ്കിൽ കൂടിയും ഈ ചുറ്റളവിനുള്ളിൽ ഈ വനത്തിനുള്ളിൽ തന്നെയേണ്ട ബേലൂർ മക്കനെ ഉണ്ട് എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഓപ്പറേഷന് വേണ്ടി വരുന്ന സജ്ജീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ബാവേലിയിലുള്ള കുങ്കിയാനകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ബാവേലിയിൽ നിന്ന് നമുക്ക് കാണുമ്പോൾ വലിയ ദൂരമുണ്ടെന്ന് തോന്നും. പക്ഷേ ഇതെല്ലാം തന്നെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശമാണ്. ഇവിടെ നിന്ന് കുങ്കിയാനകൾ തിരിച്ചു കഴിഞ്ഞു, ഇരുമ്പുപാലത്തേക്ക് തിരിച്ചു കഴിഞ്ഞു. ഈ ഇരുമ്പുപാലത്ത് നിബിഡമായ വനമേഖലയാണെങ്കിൽ കൂടിയും അവിടെ അതല്ലാത്ത വയൽ പ്രദേശങ്ങളും തുറസായ സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ഒരു കാപ്പിത്തോട്ടമുണ്ട്. കാപ്പിത്തോട്ടം വലിയൊരു എസ്റ്റേറ്റ് ആണ്. ആ എസ്റ്റേറ്റിൽ പരിസരത്തേക്ക് എന്തായിരുന്നാലും വാഹനം കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു മേഖല തന്നെയായിരിക്കും. അവിടെ വെച്ചും ഓപ്പറേഷൻ നടത്താൻ കഴിയും. ഒരു വനംവകുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും അനുകൂല ഘടകമെന്ന് പറയുന്നത് ഈ കർണാടക അതിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് ആന മാറി എന്നതാണ്. അതായത് കേരളത്തിൻ്റെ കൂടുതൽ അടുത്തേക്ക് ആന എത്തി എന്നതാണ്. അതുകൊണ്ട് ആ ഒരു പ്രതിസന്ധി കർണാടകത്തിലേക്ക് കടന്നു കയറി ഓപ്പറേഷൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിസന്ധി ഒഴിഞ്ഞു കിട്ടി കേരളത്തിൻ്റെ ഭാഗത്തേക്ക് ആന എത്തുന്നു. ഈ മേഖലയിൽ തന്നെയാണ് കഴിഞ്ഞ ഇതിന് മുമ്പത്തെ ദിവസം കാട്ടിക്കുളത്തായിരുന്നു. കാട്ടിക്കുളത്ത് നിന്ന് നേരെ ആന വന്നത് മണ്ണുണ്ടി മേഖലയിലാണ്. മണ്ണുണ്ടി മേഖലയിൽ നിന്ന് ബാവലി അതിർത്തിയിലേക്ക് ആന വന്നു. അവിടെ നിന്ന് വീണ്ടും തിരികെ മണ്ണുണ്ടിയിലേക്ക് ആന അടുത്ത ദിവസം പോയി. അവിടെ നിന്ന് ഇന്നത്തെ ദിവസം ആനയുടെ സിഗ്നൽ ലഭിക്കുന്നത് ഇരുമ്പുപാലം. അങ്ങനെ ഈ മേഖലയിൽ ചുറ്റിത്തിരിഞ്ഞ് തന്നെയാണ് ബേലൂർ മക്കനെ നിൽക്കുന്നത്. ഓപ്പറേഷൻ അനുയോജ്യമാണ്. പക്ഷേ എല്ലാ സാഹചര്യങ്ങളും ആന അതിവിദഗ്ധമായ അല്ലെങ്കിൽ വീറും വാശിയുമുള്ള ആനയാണ്. 10 കൊമ്പന്മാരുടെ കരുത്തുണ്ടാകും മോഴയാനയ്ക്ക് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയാൽ മാത്രമേ മയക്കുവെടിയിലേക്ക് പോകാൻ കഴിയുള്ളൂ. മയക്കുവെടി വെക്കണമെങ്കിൽ അനുയോജ്യമായ ഒരു ടെറൈനിൽ ആനയെ കിട്ടണം. അവിടെ നിന്ന് കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി മാത്രമേ ഈ ഓപ്പറേഷൻ നടത്താൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം എത്തിക്കഴിഞ്ഞാൽ ഏത് സമയം വേണമെങ്കിലും ഓപ്പറേഷൻ നടക്കും. ജിജിൻ, മറ്റൊരു സംശയം എന്ന് വെച്ചാൽ ഇന്നലെയൊക്കെ ഈ ദൗത്യത്തിന് മറ്റൊരു പ്രതികൂല ഘടകമായിരുന്നത് ഈ കുങ്കി ആനകൾ എത്തുമ്പോൾ ഈ ആന പോകുന്നു, അവരിൽ നിന്ന് അകന്നകന്ന് പോകുന്നു, അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ഈ ബാവലിയിൽ നിന്ന് കുങ്കി ആനകളെ ഇരുമ്പുപാലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമീപനം ഇന്നും ഈ മോഴയാനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ദൗത്യം കൂടുതൽ ഈ ശ്രമകരമായി തീരില്ലേ? ഇന്നും ഈ മയക്കുവെടി ദൗത്യം അത് ഇന്നും നടക്കാൻ സാധ്യതയുണ്ടോ? ചെയ്തു. ഈ ആന 2 തവണ മയക്കുവെടിയേറ്റ ആനയാണ്. അതുകൊണ്ട് തന്നെ ഈ സാധാരണ ഈ കുങ്കിയാനകളെ ഈ മനുഷ്യന്റെ ഗന്ധം ഒക്കെ ഒഴിവാക്കിയുള്ള ഒരു ആവാസ വ്യവസ്ഥയിലാണ് ആനയെ പാർപ്പിക്കുന്നത്. പകുതി കാടുമായി ബന്ധപ്പെട്ടും പകുതി മനുഷ്യനുമായി സഹവാസം. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഒരു ഗന്ധമൊക്കെ കുങ്കിയാനകളിൽ നിന്ന് മാറ്റിക്കൊണ്ടാണ് അതിനെ പരിപാലിക്കുന്നത്. അത് ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകൾ കൂടുതൽ സഹായകരമാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ആനകളെ പാർപ്പിക്കുന്നത്. ഈ ആന 2 തവണ മയക്കുവെടി ഏറ്റതുകൊണ്ട് തന്നെ ഈ കുങ്കിയാനകളുടെ സാന്നിധ്യം പെട്ടെന്ന് തിരിച്ചറിയുന്നു. കുങ്കിയാനകളുടെ ചലനം തിരിച്ചറിയുന്നു. കുങ്കിയാനകളുടെ ഗന്ധം അത് തിരിച്ചറിയുന്നു. കാട്ടാനകളെക്കാൾ വ്യത്യസ്തമായ ഒരു ഗന്ധം അതിന് കിട്ടുന്നുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് അത് എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാകുമ്പോൾ ആ സ്ഥലത്ത് നിന്ന് മാറുന്നത്. കുങ്കിയാനകൾ ഇല്ലാതെ ഈ ഓപ്പറേഷൻ ഒരു കാരണവശാലും സാധ്യമല്ല. ഈ മോഴയാനകളെ സംബന്ധിച്ചാണെങ്കിൽ മോഴയാനകൾ വളരെ അഗ്രസീവായി പെരുമാറുന്ന ആനകളാണ്. അത് ഏത് സമയവും മനുഷ്യന് നേരെ പാഞ്ഞെടുക്കും. നമ്മൾ ആ ദിവസം തന്നെ കാണുന്ന ദൃശ്യങ്ങളിൽ അത് ആക്രമിച്ച് കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ആക്രമിക്കുക എന്ന് തന്നെയാണ് മോഴയാനകളുടെ ലക്ഷ്യം. അത് ആക്രമിക്കും. ആ ഉദ്യമത്തിലുള്ള 200ഓളം വനംവകുപ്പ് ജീവനക്കാരുടെ ജീവന് തന്നെ അത് ഭീഷണിയാകും. കുങ്കിയാനകളുടെ ഒരു സംരക്ഷണ വലയത്തിൽ മാത്രമേ ഓപ്പറേഷൻ നടത്താൻ കഴിയുകയുള്ളൂ.